ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്ന ടോപ്പിക്കിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ കഴിഞ്ഞ 2 പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കാണുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത് ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ആ ഒബ്ജക്റ്റീവ്സിനെ പറ്റിയാണ്. ആ ഒബ്ജക്റ്റീവ്സ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്താണ് ബിസിനസ് എന്ന് നോക്കാം. Business refers to those economic activities which are connected with the production or purchase and sale of goods or service with the main objective of earning profit. ബിസിനസ് എന്ന് വെച്ചാൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതേപോലെ ബിസിനസ് എന്ന് വെച്ചാൽ എന്തൊക്കെ ചേർന്നതാണ്? ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് ആൻഡ് സെയിൽ. ഈ 3 ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, പർച്ചേസ് എന്ന് പറയുമ്പം ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുക, അതിനെയാണ് പറയുന്നത്. പിന്നെ സെയിൽ, അതിനെ വിൽക്കുക. അപ്പോൾ ഈ 3 ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റഡ് ചെയ്ത ആക്ടിവിറ്റീസിനെ എല്ലാം നമ്മൾ എന്തോന്ന് പറയും? ബിസിനസ് എന്ന് പറയും. അപ്പം ബിസിനസ് എന്ന് പറയുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതെന്തൊക്കെ ചേർന്നതാണ്? പ്രൊഡക്ഷൻ, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ചേർന്നതാണ്. അതേപോലെ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തുവാണ്? ഏണിങ് പ്രോഫിറ്റാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി ബിസിനസ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് റണ്ണിങ് ബേക്കറി, ബാങ്കിങ് ബിസിനസ്, ട്രേഡിങ്, പിന്നെ ഇനിയും കുറച്ച് അധികം ഉണ്ട്. അതായത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുക, അല്ലെങ്കിൽ ട്രേഡ് നടത്തുക, അല്ലെങ്കിൽ ഒരു കുറേ അധികം ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. നമ്മളെ ഡെഫിനേഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ നടത്തുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി, ഒരു സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ആക്ടിവിറ്റീസിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഒരു മോണിറ്ററി കൺസിഡറേഷന് വേണ്ടി നമ്മൾ എന്തോ ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ് ഡീൽസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന പ്രോഡക്റ്റ്സാണ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന കുറേയധികം നോട്ട്, പെന്ന്, ഇതൊക്കെ എല്ലാം ഗുഡ്സിൻ്റെ എക്സാമ്പിൾസാണ്. അതേപോലെ സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവൈൽ ചെയ്യുന്ന ഒരു ബെനിഫിറ്റ്. അതായത് നമുക്കിപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുത്താൽ അതൊരു സർവീസാണ്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ അയാൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സർവീസാണ്. എക്സെപ്റ്റ് ആ മരുന്നൊഴിച്ച് അയാൾ നമ്മളെ കൺസൾട്ട് ചെയ്യില്ലേ? ആ കൺസൾട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തുവാണ്? ഒരു സർവീസാണ്. അപ്പം ബിസിനസ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ് വൺ, റെഗുലാരിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു റെഗുലറായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് ഇന്നൊരു ദിവസം ഒരു പ്രോഫിറ്റിന് വേണ്ടി നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തു, നാളെ അത് ചെയ്യുന്നില്ല, തുടർന്ന് അങ്ങോട്ട് നമ്മളത് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ അതിന് നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ്സാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബിസിനസ്സാണെങ്കിൽ അത് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയായിരുന്നു. എന്നും തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തുവാണ്? റെഗുലാരിറ്റി. പിന്നെ വരുന്നത് പ്രോഫിറ്റ് മോട്ടീവാണ്. ബിസിനസ് നമ്മൾ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് എന്തുവാണ്, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്തിനാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയാണ്. പ്രോഫിറ്റ് ഏൺ ചെയ്ത് അതുവഴിയാണ് നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അപ്പം ബിസിനസ്സിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ പ്രോഫിറ്റാണ്. ഓക്കെ, അടുത്തത് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി. റിസ്ക് എന്ന് പറയുമ്പം ചാൻസ് ഓഫ് ലോസ്, നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ എന്തോ പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺസർട്ടൈനാണ്. നമുക്ക് ഒരിക്കലും അതിൻ്റെ എത്ര എമൗണ്ട് പ്രോഫിറ്റ് കിട്ടുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇന്ന് പ്രോഫിറ്റ് കിട്ടി, നാളെ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺസർട്ടൈനാണ്. അതേപോലെ റെഗുലറാണെന്ന് നമുക്കൊരിക്കലും കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിസ്ക് എന്ന് പറയുന്നത്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എന്ന് പറയുന്നത് ഹെവിയാണ്.
നെക്സ്റ്റ് വൺ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. ഒരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ബിസിനസ് എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒരു റോ മെറ്റീരിയൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാറാം. റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അസംസ്കൃത വസ്തു, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന ആ പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പം നമ്മൾ കരിമ്പിനെ നമുക്ക് റോ മെറ്റീരിയലായിട്ടും പഞ്ചസാരയെ നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ടും വരും. ഇപ്പം റോ മെറ്റീരിയൽ കരിമ്പെന്നുള്ള ആ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റായ പഞ്ചസാരയായിട്ട് മാറ്റുമ്പോഴാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആ ഒരു കൺവേർഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതാണ് ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം പലതരം യൂട്ടിലിറ്റി ഉണ്ട്. പ്ലേസ് യൂട്ടിലിറ്റി ഉണ്ട്. ഒരു പ്രോഡക്റ്റ് ഇപ്പം ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് നമ്മുടെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരികയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഒരു സ്ഥലത്തുനിന്ന് ഇവിടെ എത്തിയാൽ നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അതെല്ലാം ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്ത വഴി അവർക്ക് ഒരു പ്ലേസ് യൂട്ടിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് അത്രയും ദൂരം പോയി ആ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും എളുപ്പമുള്ള സ്ഥലത്തുനിന്ന് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതൊരു പ്ലേസ് യൂട്ടിലിറ്റിയാണ്. അതേപോലെ യൂട്ടിലിറ്റി കുറേ ടൈപ്സ് ഉണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ അത്ര ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. ഒരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇറ്റ് ഡീൽസ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്, റെഗുലാരിറ്റി, പ്രോഫിറ്റ് മോട്ടീവ്, റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി, ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്സിനെ നമുക്ക് മെയിനായിട്ട് 3 ക്ലാസിഫൈ ചെയ്യാം. എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്? നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പ്രോഫിറ്റബിലിറ്റി. നമ്മളെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് എന്തുവാണ്? പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റീസും കാണുക. അപ്പോൾ ഒരു പർച്ചേസ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, സെയിൽ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം ഈ ബിസിനസ്സിന് ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തുവാ? പ്രോഫിറ്റബിലിറ്റിയാണ്. നെക്സ്റ്റ് വൺ എക്സിസ്റ്റൻസ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ അത്യാവശ്യം വേണ്ടത് എന്തുവാണ്? പ്രോഫിറ്റാണ്. പ്രോഫിറ്റുള്ള ഒരു സ്ഥാപനത്തിനെ അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ്, ആ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രോഫിറ്റബിലിറ്റിയെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്തുവാണ്? എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്തുവാണ്? എക്സിസ്റ്റൻസ് ആണ്, നിലനിൽപ്പ്. ഓക്കെ, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ സക്സസ്, ആ ബിസിനസ് സക്സസ്ഫുള്ളായി എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് ആ ബിസിനസ്സിൻ്റെ വളർച്ച കണ്ടിട്ടായിരിക്കണം നമ്മൾ എന്തോന്ന് പറയുന്നത്, സക്സസ്ഫുള്ളായി. ഇപ്പം നമ്മളൊരു ട്രേഡർ കൊള്ളാം, അയാളുടെ ബിസിനസ് സക്സസ്ഫുള്ളായി എന്ന് പറയുകയാണ്. അപ്പോൾ അയാളുടെ ബിസിനസ് വളരുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു കടയിൽ നിന്ന് ഇപ്പോൾ 2-3 ഔട്ട്ലെറ്റ്സൊക്കെ പുതുതായിട്ട് തുറന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം അയാളുടെ ബിസിനസ് എന്ന് പറയുന്നത് നല്ല ഗ്രോത്ത് ഉള്ളതാണെന്ന് പറയാം. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും? അവിടെ ഉണ്ടാവുന്ന സ്റ്റഡി പ്രോഫിറ്റിനെ ബേസ് ആയി. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു നല്ല റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തേതാണ് പ്രോഫിറ്റബിലിറ്റി, 2 എക്സിസ്റ്റൻസ്, 3 ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. നെക്സ്റ്റ് വൺ ക്രിയേഷൻ ഓഫ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം ഈ നമ്മൾ ടി വിയിലും ന്യൂസ് പേപ്പേഴ്സിലും റേഡിയോയിലും ഒക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് അത്രയും കാണും. അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് പറയുന്നത്? പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ് അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് അതൊക്കെ നടത്തുന്നതിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ നമ്മളെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങിക്കാൻ ആൾക്കാരുള്ളൂ.
അവരാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീപ്പിൾ. അപ്പം നമ്മൾ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അതാണ് അടുത്ത എക്കണോമി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എഫക്റ്റീവായിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ ഉപയോഗിച്ച് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിനാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 1,00,000 രൂപയുണ്ട്, കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്, നല്ല കുറച്ച് ലേബേഴ്സ് ഉണ്ട്, നല്ല മെഷീൻസ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു റിസോഴ്സസ് ഉപയോഗിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് നല്ല എഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സെയിൽസ് നടത്തുക. ഇതൊക്കെയാണ് ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്കണോമി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്കണോമി ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നത് പ്രോഫിറ്റബിലിറ്റി, എക്സിസ്റ്റൻസ്, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ, ക്രിയേഷൻ ഓഫ് കസ്റ്റമേഴ്സ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിലാണ് ഒരു ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ കുറച്ച് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതും ഫുൾഫിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ടു പ്രൊവൈഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. ഓക്കെ, അപ്പം ക്വാളിറ്റി പ്രോഡക്ട്സ്, നല്ല ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് അത്യാവശ്യം കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിന് പ്രൊവൈഡ് ചെയ്യുക, റീസണബിൾ പ്രൈസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ സോഷ്യൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പം അടുത്തതെന്ന് പറയുന്നത് അവോയ്ഡൻസ് ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുമ്പം നമുക്കറിയാം, ഈ ഹോർഡിങ്, ബ്ലാക്ക് മാർക്കറ്റിങ്, ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആയിട്ട് പറയാം. അത് ഹോർഡിങ് മീൻസ് നമ്മൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കുറയാണെന്ന് പറയുമ്പോൾ, അപ്പം ഈ പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്കുള്ള ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്മാൻ അത് അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കും, അത് അപ്പോഴും വിൽക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ദുർലഭം കാരണം, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാത്ത പക്ഷം ആൾക്കാർ അത് എത്ര വില കൊടുത്തും വാങ്ങിക്കാൻ തയ്യാറാവും. അങ്ങനെ ആ ഹോൾഡ് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക, വിൽക്കാതെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതിനെയാണ് നമ്മൾ ഹോർഡിങ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസാണ്. അതേപോലെ വേറെ ഒന്ന് പറയുന്നത് ബ്ലാക്ക് മാർക്കറ്റിംഗ്. ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോഴത്തേക്ക് അത് ഇരട്ടി വിലയ്ക്ക് കൊടുക്കും. അതായത് ഇപ്പോൾ നമുക്കൊരു സാധനം കിട്ടാനില്ല, അപ്പോൾ അത് 20 രൂപയുള്ള ഒരു സാധനം 40 അല്ലെങ്കിൽ 50, അതും അല്ലെങ്കിൽ 60 രൂപയ്ക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഫാൾസ് അഡ്വർടൈസ്മെൻറ്റ്. അത് തെറ്റായ അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ഒരു ഫെയർനെസ് ക്രീം പറയുകയാണ്. ഈ ഒരു ഫെയർനെസ് ക്രീം യൂസ് ചെയ്താൽ നിങ്ങൾ 1 വീക്കിനുള്ളിൽ ഫെയർ ആവും എന്ന് പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നു, കുറേ പേര് അത് വാങ്ങി യൂസ് ചെയ്യുന്നു. പക്ഷേ 1 വീക്കല്ല, 2 വീക്കല്ല, 1 മന്ത് കഴിഞ്ഞാലും നിങ്ങൾ ഫെയർ ആവത്തില്ല. അപ്പോൾ ഇതൊക്കെ ഫാൾസ് അഡ്വർടൈസ്മെൻ്റ് ആണ്. നമ്മൾ കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന, അതായത് വെറും സെയിൽ കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നടത്തുന്ന അഡ്വർടൈസ്മെൻ്റാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം എപ്പോഴും ഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ഫോളോ ചെയ്ത് അവരെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് ഇത് അവോയ്ഡൻസ് ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് പറയാം. അടുത്തത് വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ വെൽഫെയർ. നമുക്കറിയാം, നമ്മളെ എംപ്ലോയീസാണ് ഈ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടെന്ന് പറയുന്നത്. അപ്പം എംപ്ലോയീസിന് അവർക്ക് ആവശ്യമായ മോണിറ്ററി അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ സാലറി, വേജസ്, ബോണസ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി അതൊക്കെ വരും. പിന്നെ നമ്മൾ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ അവരെ സെക്യൂരിറ്റി, അവർക്കുള്ള ആ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ്, പിന്നെ അല്ലാതെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, അങ്ങനെ കുറേ ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ
അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ്, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക, അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെയാണ് ഈ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്ന ഒരു കാര്യം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രധാന പ്രതീക്ഷ എന്താണ്? ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് കുറച്ച് പേർക്ക് ജോലി കിട്ടും. അപ്പോൾ അവർ അതിനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു പേ ടാക്സ് ടു ഗവൺമെൻറ്റിന് ടാക്സ് പ്രൊവൈഡ് ചെയ്യുക. അതായത് കറക്റ്റായിട്ട് ഓരോ ഇയറിലും അവരുടെ ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് പേ ചെയ്യാനുള്ള ടാക്സ് കറക്റ്റായിട്ട് പ്രോംപ്റ്റ്ലി ആയിട്ട് പേ ചെയ്യുക. അതാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനകത്ത് എന്തൊക്കെയാണ് നോക്കി? ടു പ്രൊവൈഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്, അവോയ്ഡൻസ് ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, വെൽഫെയർ ഓഫ് എംപ്ലോയീസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ടു പേ ടാക്സ് ടു ഗവൺമെൻറ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ബിസിനസ്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടെന്ന് പറയുന്നത് നമ്മളെ എംപ്ലോയീസാണ്. അപ്പം ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് ടു പ്രൊവൈഡ് റീസണബിൾ വേജസ്, ബോണസ്, പെൻഷൻ, മെഡിക്കൽ ബെനിഫിറ്റ്സ് എക്സെട്ര. അതായത് നമ്മളെ എംപ്ലോയീസിന് റീസണബിളായിട്ടുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യണം, ബോണസ് പ്രൊവൈഡ് ചെയ്യണം, പെൻഷൻ പ്രൊവൈഡ് ചെയ്യണം, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പിന്നെ കുറേ അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ എംപ്ലോയീസിന് നമ്മളോട് ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അടുത്തത് ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ഓഫ് ദി എംപ്ലോയ്മെൻറ്റ്. ഒരു ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഇപ്പോൾ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുകയാണ്. ആ എംപ്ലോയിക്ക് ഒരു മനസ്സിലിതുണ്ട്, എൻ്റെ ജോബ് സെക്യൂറാണ്, എന്നെ എപ്പോഴും വേണം പിരിച്ചുവിടോ എന്നൊരു ഭയം ഉണ്ടെങ്കിൽ ആ ബിസിനസ് അയാൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാനിപ്പം ഇനി ഉടനെ ഈ സ്ഥാപനത്തിൽ നിന്ന് പോകും, ഇനി ഇവിടെ അത്രയും നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് കാര്യം എന്തോ, നമുക്ക് അത്ര എഫിഷ്യൻ്റായിട്ടൊന്നും വർക്ക് ചെയ്യണ്ട എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ ആ ബിസിനസ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിനത് ഒരു ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും എംപ്ലോയീസിന് ജോബ് സെക്യൂരിറ്റി, അതായത് നമ്മളൊരു എഗ്രിമെൻറ്റിൽ വരികയാണ്, ഇത്രയും കാലം നിങ്ങളെ ഇവിടെ നിന്ന് പിരിച്ചു വിടത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബുണ്ട്, എന്ത് വന്നാലും ജോബുണ്ട് എന്നൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണേ അവർ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊവൈഡ് സെക്യൂരിറ്റി ഓഫ് ദി എംപ്ലോയ്മെൻറ്റ്. അടുത്ത ടു ഗീവ് പ്രൊട്ടക്ഷൻ ടു ദ എംപ്ലോയീസ് ഫ്രം ആക്സിഡൻറ്റ്സ്. അത് നമുക്കറിയാം, നമ്മൾ ഒരുപാട് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇന്ന ഫാക്ടറിയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു, അവിടെ ഇത്ര എംപ്ലോയീസ് മരിച്ചുപോയി, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും അപകടം പറ്റി എന്നൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കും. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അതൊക്കെ ഈ ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എംപ്ലോയീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അവർക്ക് ആവശ്യമായ സേഫ്റ്റി മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസിന് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കണം. ഇപ്പോൾ ഒരു പീരീഡ് ടു പീരീഡ് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എംപ്ലോയീസിന് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ്ങിന് പോകും. അപ്പോൾ അതെന്ന് പറയുന്നത് അവർക്ക് ആ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, ചേഞ്ചിങ് സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ പുതിയ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ബിസിനസ്സിലും ഈ ട്രെയിനിങ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസ്. നെക്സ്റ്റ് വൺ ടു ഗീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെൻറ്റിലും പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അതായത് നമുക്കറിയാം, മാനേജ്മെൻറ്റും എംപ്ലോയീസും രണ്ടാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം അവിടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്ന കുറച്ച് എക്സിക്യൂട്ടീവ്സ്, അവരെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവിടെ
പോളിസി ഡിസിഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഗ്രാം വേണം, എന്തൊക്കെ പ്രോഗ്രാം വേണം, അപ്പോൾ അതിൻ്റെ ഡിസിഷൻസിലെല്ലാം അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവർക്കൊരു മൊറൈൽ കൂടുകയും അവരുടെ ആത്മവിശ്വാസം കൂടുകയും നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനും ആ കമ്പനിയായിട്ട് അല്ലെങ്കിൽ ആ ബിസിനസ്സിന് വേണ്ടി ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം ഒരു മെയിൻ ഹ്യൂമൻ ഒബ്ജക്റ്റീവ് എന്ന് പറയാൻ ടു ഗീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെൻറ്റ്, എംപ്ലോയീസിന് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പ്രൊവൈഡ് റീസണബിൾ വേജസ്, ബോണസ്, പെൻഷൻ, മെഡിക്കൽ ബെനിഫിറ്റ്സ് എക്സെട്ര. ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ഓഫ് ദി എംപ്ലോയ്മെൻറ്റ്. ടു ഗീവ് പ്രൊട്ടക്ഷൻ ടു ദ എംപ്ലോയീസ് ഫ്രം ദ ആക്സിഡൻറ്റ്സ്. ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസ്. ടു ഗീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്? ബിസിനസ് എന്താണെന്ന് നോക്കി, ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കി. അതിനകത്ത് എന്തൊക്കെ വരും? ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി, ഇറ്റ് ഡീൽസ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്, റെഗുലാരിറ്റി, പ്രോഫിറ്റ് മോട്ടീവ്, റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി, ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. പിന്നെ നമ്മൾ നോക്കിയത് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എന്തൊക്കെയാണ്, അതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്ന് നോക്കി. എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്. എക്കണോമിക് ഒബ്ജക്റ്റീവ്സിനകത്ത് എന്തൊക്കെ വരും? profitability, existence, growth and expansion, creation of customers, optimum utilization of resources. Social objectives-നകത്ത് വരുന്നത് to provide quality products at a reasonable price, avoidance of unfair trade practices, welfare of employees, employment opportunities, to pay tax to government. Human objectives-നകത്ത് to provide reasonable wages, bonus, pension, medical benefits, etc. To provide security of the employment, to give protection to the employees from accidents, to provide education and training to the employees, to give participation in the management. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്നും ഇങ്ങനത്തെ വീഡിയോസ് ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക.